എനിക്ക് അപരിചിതയായ ഞാൻ. ജീവിതം പിടിതരാതെ കുതറിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ഈ കഥയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വാക്ക് വേദന എന്നതായിരിക്കും. വേദനിച്ച് വേദനിച്ച് വേദന എനിക്കൊരു ലഹരിയും ശീലവുമായി മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് ജന്മദിനമായിരുന്നു. 31 വയസ്സ് തികഞ്ഞ ദിവസം. ജന്മദിനം ആരും ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധ്യതയില്ല. അമ്മ പോലും ഓർക്കാനിടയില്ല. കുട്ടിക്കാലത്തൊക്കെ ഓർത്തിരുന്നു എന്നതല്ലാതെ മുതിർന്നതിന് ശേഷം ഞാൻ ഉൾപ്പെടെ ആരും തന്നെ അതിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പ്രണയത്തിലായിരിക്കുമ്പോൾ റാം ഓർമ്മിച്ചിരുന്നു. ഇപ്പോൾ അയാളും അത് മറന്നിരിക്കുന്നു. അക്കാലത്തൊക്കെ വളരെ അപൂർവമായി മാത്രമേ കണ്ണാടിയിൽ നോക്കാറുണ്ടായിരുന്നുള്ളൂ. അന്ന് രാവിലെ കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. എന്നിൽ വന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ചു. അവിശ്വസനീയതയോടെയാണ് ഞാൻ എന്നെ നോക്കിയത്. പരിചയമില്ലാത്ത മറ്റൊരു സ്ത്രീയായിരുന്നു ഞാൻ. ഞങ്ങൾ കണ്ണാടിയിൽ മുഖാമുഖം നോക്കിയിരിക്കുമ്പോൾ 2 കാലങ്ങളിൽ 2 ലോകങ്ങളിൽ നിന്നിറങ്ങി വന്നവരായി തോന്നി. കണ്ണുകൾ തിളക്കം നഷ്ടപ്പെട്ട് മരിച്ചവരുടേതുപോലെയായി തീർന്നിരിക്കുന്നു. കാമുകന്മാർ കവിതയിൽ ചാലിച്ച് വർണ്ണിച്ചിരുന്ന സർപ്പസൗന്ദര്യമുള്ള കണ്ണുകൾ അവിടെയില്ലായിരുന്നു. അകാലനര വീണ തലമുടി, എത്ര ശ്രമിച്ചിട്ടും വീണ്ടെടുക്കാനാവാത്ത ചിരി, ഒക്കെയും എവിടെയോ കളഞ്ഞു പോയിരുന്നു. ക്രമരഹിതമായി വളർന്നിറങ്ങിയ എണ്ണ വറ്റിയ മുടിയും കൂടിയായപ്പോൾ ഗുജറാത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലെവിടെയോ നിന്ന് ഏതോ കാലത്തിൽ നിന്നിറങ്ങി പുറപ്പെട്ട നാടോടി സ്ത്രീയെപ്പോലെ തോന്നി. കുഞ്ഞു ജനിക്കുന്നതുവരെ ജീവിച്ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഭൂതകാലത്തിൻ്റെ തടവറയിൽ ഓർമ്മകൾക്കുള്ളിൽ മുങ്ങിയും പൊങ്ങിയും ഒഴുകി നടക്കുന്ന ഞാനും ഓർമ്മകൾ നഷ്ടപ്പെട്ട അച്ഛനും മധ്യത്തിൽ അഭയം പ്രാപിച്ച റാമും വേർപെട്ട തീവണ്ടി ബോഗികൾ പോലെ ആ വീട്ടിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞു. റാമിൻ്റെ അച്ഛൻ്റെ ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഓരോ പ്രാവശ്യവും മെഡിക്കൽ പരിശോധനയിൽ അച്ഛൻ്റെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നത് കണ്ടെത്തി. അച്ഛൻ്റെ ഓർമ്മക്കുറവിനുള്ള കാരണം അതായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും പണ്ടെന്നോ നേർന്ന വഴിപാട് നടത്താതെ ഇരുന്നതിനാലാണ് അച്ഛന് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് റാമിൻ്റെ ചിറ്റപ്പൻ പറഞ്ഞതനുസരിച്ച് റാമും ഞാനും ഒഴികെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് അവശനായ അച്ഛനെ പഴനിയിലും മറ്റു ചില ആരാധനാലയങ്ങളിലും കൊണ്ടുപോയി. അവിടെ നിന്ന് തിരികെ എത്തിയതിനു ശേഷം അച്ഛനിൽ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആരോഗ്യനില കൂടുതൽ മോശമാവുകയും ചെയ്തു. പക്ഷേ അതെല്ലാം ചെന്നു കയറിയ പെണ്ണിൻ്റെ ദോഷമാണ് എന്ന രീതിയിൽ ഒടുവിൽ പ്രചരിപ്പിച്ചു. അച്ഛന് ഭക്ഷണം കൊടുക്കുന്നത് അല്പം ഭയമുള്ള കാര്യമായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ കുതറുകയും അടുത്തു നിൽക്കുന്നവരെ അച്ഛൻ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. പലതവണ അത് നേരിടേണ്ടി വന്നതിനാൽ അങ്ങനെയൊരു ഭയം എന്നിലുണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ചെയ്തിരുന്നു. സ്വന്തം ഓർമ്മകൾ നശിച്ച് ബോധമില്ലാതെ ഭക്ഷണത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയം വേണ്ടിവരുന്ന ആ വൃദ്ധാവസ്ഥയോട് അതിയായ അനുകമ്പ തോന്നി. മാത്രമല്ല, എല്ലാ ബോധത്തോടെയും ആക്രമിക്കാൻ നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഓർമ്മ നശിച്ച അച്ഛൻ്റെ ചെയ്തികൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? 2 വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെയും 88 വയസ്സുള്ള റാമിൻ്റെ അച്ഛൻ്റെയും ഇടയിൽ ഒരു മാന്ത്രിക ദണ്ട് കണക്കെ ഞാൻ പറന്നു നടന്നു. ഒരു കൈയിൽ കുഞ്ഞും മറുകൈയിൽ ഇൻഹേലറും ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ആസ്മ രോഗിയായി ഞാൻ നടന്നിരുന്നത്. മണിക്കൂറിടവിട്ട് ക്രമരഹിതമാകുന്ന ശ്വാസഗതിയിൽ പല മരണങ്ങൾ എന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കൃത്യമായി ചികിത്സിക്കാനോ മരുന്ന് വാങ്ങാനോ ഉള്ള പണമില്ലാത്തതിനാൽ ശാരീരിക വേദനകളൊക്കെ മൂടിവെച്ചു. സ്വയം തിരഞ്ഞെടുത്ത ജീവിതത്തിൽ എന്ത് കുഴപ്പങ്ങളുണ്ടായാലും അത് സ്വയം അനുഭവിക്കണമെന്ന പ്രസ്താവന മാതാപിതാക്കൾ മുൻകൂട്ടി അറിയിച്ചിരുന്നതിനാൽ അവരോട് പറയാൻ ആത്മാഭിമാനം അനുവദിച്ചില്ല. പല വേദനകളും കടിച്ചമർത്തിക്കൊണ്ട് വീട്ടിനുള്ളിൽ ഒരു യന്ത്രം കണക്കെ ജീവിച്ചു. ഉള്ളിലെ കവിതയും പ്രണയവുമെല്ലാം എനിക്ക് നേരെ നിന്ന് കണ്ണീരിറ്റിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം റാമിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ വാസുദേവൻ കൊച്ചച്ഛൻ വീട്ടിൽ വന്നു. അച്ഛൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നതിന് ശേഷം പോകാൻ നേരം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, "നീ ഇവിടെ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മോളെ. ഇതൊക്കെ താങ്ങാൻ നിനക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ." കൊച്ചച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. കണ്ട നാൾ മുതൽ
സ്നേഹത്തോടെ മാത്രമേ കൊച്ചച്ഛൻ പെരുമാറിയിരുന്നുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിച്ച സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹം. ആ തീരുമാനത്തിന് പിന്നിലും റാമിൻ്റെ ചിറ്റപ്പനായിരുന്നെന്നും കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് സ്നേഹിച്ച സ്ത്രീയെ ചേർത്ത് പിടിച്ച അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെയും ആത്മാഭിമാനത്തെയും ഓർത്ത് ഒത്തിരി മതിപ്പ് തോന്നി. പിന്നീട് ആ ധൈര്യം കാണിച്ചത് റാം ആയിരുന്നു. പ്രണയിച്ചതിൻ്റെ പേരിൽ ഭ്രഷ്ടരാക്കപ്പെട്ട കൊച്ചച്ഛൻ്റെയും റാമിൻ്റെയും കൂടിച്ചേരലുകളെയും വർത്തമാനങ്ങളെയും മറ്റ് ബന്ധുക്കൾ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും മാത്രമായിരുന്നു വീക്ഷിച്ചത്. റാം മെല്ലെ മെല്ലെ മാറുകയായിരുന്നു. സ്വപ്നം കണ്ട ജീവിതത്തിൻ്റെ ചാമ്പലിൽ ചവിട്ടി നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചോർത്ത് കരഞ്ഞു. സ്വന്തമാക്കലിന് തൊട്ടു മുമ്പ് വരെയുള്ള വിഭ്രമാവസ്ഥയാണ് പ്രണയമെന്ന് തോന്നി. ഓരോ ദിവസം കഴിയുന്തോറും റാമിൻ്റെ മദ്യപാനശീലം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അതിനുവേണ്ടി അയാൾ താങ്ങാനാവാത്ത കടങ്ങൾ വരുത്തിവെച്ചു. അതിനാൽ ഞങ്ങൾക്കിടയിൽ കടുത്ത സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. രാത്രി ഏറെ വൈകി അബോധാവസ്ഥയിൽ വീട്ടുവന്ന് കയറുന്ന റാമിൻ്റെ വർത്തമാനങ്ങളും ശകാരങ്ങളും വാക്കുതർക്കങ്ങളും അങ്ങേയറ്റം വെറുത്തു. മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധത്തോടെ റാം ഉറങ്ങാൻ കിടക്കുമ്പോൾ 2 വയസ്സുള്ള മോളെ നെഞ്ചോടടുക്കി കടുത്ത ശ്വാസമുട്ടലോടെ ഞാൻ മുറിയുടെ മൂലക്കിരിക്കും. ആ ഓർമ്മ പിൽക്കാലത്ത് കുടിയൻ്റെ മുറി എന്ന ഒരു കവിതയായി പുനർജനിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം പുലരുമ്പോൾ കുറ്റബോധത്താൽ വിറയ്ക്കുന്ന കൈകളോടെ മാപ്പിരിക്കുന്ന റാമിനോട് സഹതാപം തോന്നും. അസാധാരണമായ കഴിവുണ്ടായിട്ടും ആഗ്രഹിച്ചിടത്തെത്താതെ പോയതിൻ്റെ ആത്മസംഘർഷങ്ങളും പേറി ജീവിതത്തെ മറന്ന് ഉത്തരവാദിത്തങ്ങളെ ഭയന്ന് ജീവിക്കുന്ന ഒരാളെ എന്ത് ഭാഷ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നേരിടണമെന്നറിയില്ലായിരുന്നു. മാത്രമല്ല, റാമിനോടുള്ള സ്നേഹത്താൽ അത്രയും അടിമപ്പെട്ടു പോയിരുന്നതിനാൽ ചെറുത്തുനിൽപ്പുകൾ അത്രയും ദുർബലമായിരുന്നു. അയാളുടെ വേദനകളിൽ ചുട്ടുപൊള്ളി. അയാളുടെ കണ്ണുനീർ എന്നെയും ഉരുക്കി. ആത്മാവും ശരീരവും മരവിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. മണിക്കൂറിടവിട്ട് വന്നുകൊണ്ടിരുന്ന ശ്വാസമുട്ടലായിരുന്നു ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത്രത്തോളം നിർജ്ജീവമായ ആത്മാവായി തീർന്നിരുന്നു. ഇതിനോടകം നാളുകൾക്ക് മുമ്പ് എന്നിൽ നിന്ന് അകന്നുപോയിരുന്ന വിഷാദരോഗവും കടുത്ത നിരാശയും അരക്ഷിതാവസ്ഥയും ഭയവും ഉറക്കമില്ലായ്മയും എല്ലാം പിടികൂടി. ഒട്ടും പരിചയമില്ലാത്ത ഒരു പ്രാകൃത ജീവിയായി മാറിക്കഴിഞ്ഞിരുന്നു ഞാൻ. ഒരു ദിവസം തെക്കേ മുറ്റത്തെ വാഴച്ചോട്ടിൽ നിൽക്കുമ്പോൾ അല്പം ദൂരെ നിന്നും ഒരു പാട്ട് അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. അത് പാടിയത് ജോയി ചേട്ടനായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ അടുത്തെത്തി എന്നെ നോക്കി ചിരിച്ചു. കള്ളിൻ്റെ മണം ചേട്ടന് ചുറ്റുമാകെ പടർന്നു. കല്യാണം കഴിഞ്ഞു ചെന്ന കാലം മുതൽ ഒരു അവധൂതനെ പോലെ ഇടയ്ക്കിടെ വന്നു പോകാറുള്ള ആളായിരുന്നു ജോയി ചേട്ടൻ. അനാഥനായ ആ മനുഷ്യൻ എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും അറിയില്ലായിരുന്നു. കടുത്ത മദ്യപാനിയായിരുന്നതിനാൽ ആരും അയാളെ അത്രയധികം പരിഗണിച്ചിരുന്നില്ല. ഏകദേശം 70ഓളം വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന മെലിഞ്ഞ പൊക്കമുള്ള ഒരാൾ. യേശുക്രിസ്തുവിൻ്റേതുപോലെ മുഖവും താടിരോമങ്ങളും ഉള്ളതിനാൽ എല്ലാവരും അയാളെ ഈശോ ജോയ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പക്ഷേ അദ്ദേഹത്തെ കാണുമ്പോൾ ദസ്തയേവ്സ്കിയുടെ രൂപത്തോടായിരുന്നു കൂടുതൽ സാദൃശ്യം തോന്നിയിരുന്നത്. അത്യാവശ്യം വായനയും അറിവുമുള്ള മനുഷ്യനായിരുന്നു അയാൾ. ഇടയ്ക്കിടെ വരുമ്പോൾ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അല്പനേരം ഇരുന്നിട്ട് ആരോടൊന്നില്ലാതെ ഏതോ വിചിത്ര ഭാഷയിൽ സംസാരിച്ചു കൊണ്ടും പാട്ട് പാടിക്കൊണ്ടും അയാൾ അവിടെ നിന്ന് പോകും. പലപ്പോഴും ആ കാഴ്ച ഞാൻ അതീവ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. വീണ്ടും കാണണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നാളുകൾക്ക് ശേഷം അയാൾ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. വാത്സല്യത്തോടെ മുടിയിൽ തലോടിക്കൊണ്ട് ജോയിച്ചേട്ടൻ ചോദിച്ചു, സുഖമല്ലേ കുട്ടി? ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ നാട്ടിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടം റാമിനെയായിരുന്നു. റാമിന് ചേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. റാം വീട്ടിലില്ലെന്നറിഞ്ഞപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞും കൊണ്ട് മുഖത്ത് നോക്കി 2 വരി കവിത ചൊല്ലി. തവിടുപോലെ തകരുമൻ മാനസം അവിടെ എത്തി ചിരിച്ചു കുഴയണം, ചിരി ചൊരിയുവാനായി എൻ ദേശികൻ ശിരസിതാടനമേറ്റു പലപ്പോഴും, ഹഹഹ വിസ്മയം വിസ്മയം ലോകമേ, അതിവിചിത്രമീ നൃത്തശിക്ഷാക്രമം. ഇടപ്പള്ളിയിലെ മണിനാഥത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ട് അയാൾ അവിടെ നിന്നും നടന്നകന്നു. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് കയറി വന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഭക്ഷണശേഷം റാമിനോടും എന്നോടും കുറേ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പോയി. അയാൾ എങ്ങോട്ടാകും പോകുന്നത്, എവിടെയായിരിക്കും ഉറങ്ങുന്നത് എന്ന് ചിന്തിച്ചു. പിന്നീട് വീണ്ടും കണ്ടപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു. പക്ഷേ എന്നെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമായിരുന്നു ജോയിച്ചേട്ടൻ ചെയ്തത്.
അന്നു മുതൽ എന്നും ജോയിച്ചേട്ടന് വേണ്ടിയുള്ള ഭക്ഷണവും ഞാൻ കരുതാൻ തുടങ്ങി. അത് മനസ്സിലായതുകൊണ്ടാവണം ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞതിന് ശേഷം ജോയിച്ചേട്ടൻ എങ്ങോട്ടെന്നില്ലാതെ പോകും. അയാളുടെ വർത്തമാനങ്ങളെയും വിചിത്രമായ രീതികളെയും അതീവ കൗതുകത്തോടെ നോക്കി. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അനാഥത്വത്തിനോട് ആ നിമിഷം കടുത്ത അസൂയ തോന്നി. ബന്ധങ്ങളുടെ ഭാരമില്ലാതെ ജീവിക്കാനും അതിലെ അലസതയുടെ ലഹരി അറിയാനുമുള്ള അതിയായ ആഗ്രഹം നിറഞ്ഞു കവിഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും അച്ഛൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. അതിനെ തുടർന്ന് അച്ഛൻ കിടപ്പിലായി. കൈകാലുകളും ശരീരവും തികച്ചും ദുർബലമായി. പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്തത്ര അവശനായി. ശരിയായി ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ പറ്റാതെയായി. ദിവസങ്ങളോളം കിടന്ന കിടപ്പിലായിരുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ പിൻഭാഗം പൊട്ടാൻ തുടങ്ങി. തൊലി അടർന്നു തൂങ്ങി. കാഞ്ഞിര പലക കൊണ്ടുള്ള അച്ഛൻ്റെ കട്ടിലിൽ നിന്നും വാട്ടർ ബെഡിലേക്ക് മാറ്റി. എനിക്ക് ഭയമായി തുടങ്ങി. വീട്ടിനുള്ളിലാകെ കനത്ത നിശബ്ദത മാറാല കെട്ടി. മരണത്തിൻ്റെ നിഗൂഢമായ ഇരമ്പൽ അവിടമാകെ അലയടിച്ചു. അച്ഛൻ്റെ നിർത്താതെയുള്ള ജൽപ്പനങ്ങൾ നിലച്ചിരുന്നു. അച്ഛൻ്റെ ഭൂതകാലത്തിലെ ഓർമ്മകൾ ഒരിക്കലും വീണ്ടെടുക്കാനാവാതെ മുറിയുടെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ച് കനം തൂങ്ങി. രാവും പകലും നിശബ്ദത മാത്രം. മിണ്ടാൻ ആരുമില്ലാതെ ഞാൻ ആ വീട്ടിനുള്ളിൽ ബധിരയായ കാട്ടുമുയലിനെ പോലെ കുതിറി നടന്നു. ഇടയ്ക്കിടെ അച്ഛനെ കാണാനെത്തുന്ന ബന്ധുക്കൾക്ക് മുന്നിൽ ഒരാദിമ മനുഷ്യജീവിയെപ്പോലെ നിന്നു. അവരുടെ സംസാരങ്ങളുടെ അവസാന ഭാഗം എപ്പോഴും മദ്യപാനിയായ റാമിൽ ബോധപൂർവം എത്തിച്ചു. ഉത്തരമില്ലാതെ വിയർക്കുന്ന വേവിനെ അവർ ആളിക്കത്തിച്ചു കൊണ്ടിരുന്നു. ജീവിതം അമ്പെ പരാജയപ്പെടുത്തിയുള്ള മുഖത്തു നോക്കി അവർ ഗൂഢമായി ചിരിച്ചു. ആനന്ദത്തിൻ്റെ തിരയിളക്കം അവരുടെ കണ്ണുകളിൽ കണ്ടു.